അതും പിന്നെ അപർണ മിസ്സിന്റെ ക്ലാസ്സും കൂടെ ഉള്ളു തീരെ. ഡിഫറൻസ് അല്ല, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അത് മാത്രമേ ഉള്ളൂ. വൈദ മിസ് വന്നെന്ന് തോന്നുന്നു. ടീച്ചറിന്റെ ക്ലാസ് ആണല്ലോ ഇന്നിപ്പോ. റെക്കോർഡ് ആവുന്നുണ്ട്. കാലത്ത് Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. Hospital ward, അല്ലേ? Sir? Factors involved in good ward management. നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തില്ലേ? ഒരു 2 പോയിന്റ് എടുത്തു പറഞ്ഞു അല്ലേ? ആണോ? എന്താരൊന്നും പറയാത്തെ? ആണ്. ഓക്കെ, നമുക്ക് എടുക്കാം, ബാക്കി എടുക്കാം കേട്ടോ. ആദ്യം മുതൽ Okay, factors involved in good ward management. എന്താണ് ഒരു നല്ല വാർഡിനുള്ള മാനേജ്മെന്റ് ചെയ്യാനുള്ള ഫാക്ടേഴ്സ്, ഘടകങ്ങള് എന്തെല്ലാമാണ്? എന്താണ്? ഫോളോ പോളിസീസ് ആൻഡ് പ്രോട്ടോകോൾസ്. ഞാൻ പറഞ്ഞു എന്താണ് ഓരോ ഹോസ്പിറ്റലിനും എന്താണ് അവരുടേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെ, നിയമങ്ങളും നിയമസംഹിതകളൊക്കെ ഉണ്ടാവൂലേ, നിയമങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള പോളിസികൾക്കും പെരുമാറ്റച്ചട്ടങ്ങൾക്കും നയങ്ങൾക്കും അനുസരിച്ചായിരിക്കണം വാർഡിലെ പ്രവർത്തനങ്ങള് നടക്കുന്നത്. ക്ലിയർ ആണോ? ഫോളോ പോളിസീസ് ആൻഡ് പ്രോട്ടോകോൾസ്. എന്താണ് ഹോസ്പിറ്റലുകളിലെ പോളിസികളും പ്രോട്ടോകോൾസുകളും ഫോളോ ചെയ്യുക. ഓക്കെ അല്ലേ? പിന്നെ knowledge of all duties to be performed in the ward. എന്താണ് വാർഡിലെ നിർവഹിക്കേണ്ട ചുമതലയെ കുറിച്ചുള്ള അറിവ്. അതാർക്കാണ് ഉണ്ടായിരിക്കേണ്ടത്? എല്ലാവർക്കും വേണം അല്ലേ? ഡോക്ടേഴ്സിന് വേണം, നഴ്സുമാർക്ക് വേണം അല്ലേ, എന്താണ് ടെക്നീഷ്യൻസിന് വേണം, ക്ലീനിങ് സ്റ്റാഫുകൾക്ക് വേണം അല്ലേ? വേണ്ടേ? വാർഡില് വർക്ക് പിന്നെ എന്താണ് അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിലുള്ള ആളുകൾക്ക് വേണം. വേണ്ടേ? വാർഡിൽ നിർവഹിക്കേണ്ട ചുമതലയെ കുറിച്ച്. അങ്ങനെ വാർഡിൽ നിർവഹിക്കേണ്ട ചുമതലയെ കുറിച്ചുള്ള അറിവ്. അപ്പൊ എന്ത് ചെയ്യും? അവർക്ക് അതിനെ കുറിച്ചുള്ള ഒരു അറിവുണ്ട്. അവരെന്ത് ചെയ്യും? അവരുടെ പ്രവർത്തനങ്ങള് നല്ല രീതിയിൽ അവർ ചെയ്യില്ലേ? ആണോ? ആരും പറയാത്തെ റെസ്പോൺസ് ഇല്ലല്ലോ. വാർഡിൽ നിർവഹിക്കേണ്ട ചുമതലയെ കുറിച്ചുള്ള അറിവ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, a planned program for each day's work. എന്താണ് ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള പ്ലാനിങ്ങുകൾ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്കാണെങ്കിലും ഉണ്ടാവില്ല ഒരു ദിവസം തുടങ്ങുന്നതിന് മുമ്പ് അന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊരു പ്ലാൻ ഉണ്ടാവൂലേ? എന്താണ് ഓരോ ദിവസവും വാർഡിൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള പ്ലാനിങ്ങുകള്. നെക്സ്റ്റ്, ബിഗിനിങ് ദ ഡേ ഓൺ ടൈം. എന്താണ് കൃത്യസമയത്ത് ആരംഭിക്കുക. എന്താണ് വാർഡില് ഒരാൾ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാല് എപ്പോ മുതൽ അവർ സ്റ്റാർട്ട് ചെയ്യും? വാർഡിലെ നഴ്സുമാർ ഒരു 6 മണി 6:30 ആകുമ്പോ വരൂല്ലേ?
പേഷ്യൻസിന്റെ അടുത്ത് വരുമോ? വന്നിട്ട് അവർക്ക് വേണ്ട മെഡിസിൻ കൊടുക്കും അല്ലെ, അവര് എന്താണ് BP ചെക്ക് ചെയ്യും അല്ലെ. അപ്പൊ അവരെന്താണ് ആ വാർഡിലെ ഡ്യൂട്ടി തുടങ്ങേണ്ട സമയമായിരിക്കും 6 മണി 6:30. അവര് അന്നത്തെ ഡ്യൂട്ടിയുടെ ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് സമയമായിരിക്കും അല്ലെ. അങ്ങനെ കൃത്യസമയത്ത് ആരംഭിക്കുക, വാർഡിലെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. നെക്സ്റ്റ്, പ്രിവെന്റിംഗ് ഇന്ററപ്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് റുട്ടീൻ. എന്താണ്? വാർഡിലെ ദിനചര്യകൾ സ്ഥാപിക്കുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടുക. ഫോർത്ത് പോയിന്റ്, ബിഗിനിങ് ദ ഡേ ഓൺ ടൈം. എന്താണ്? വാർഡിലെ പ്രവർത്തനങ്ങൾ കൃത്യസമയത്ത് തന്നെ ആരംഭിക്കുക. ക്ലിയർ ആയോ? എന്താണ്? ഒരു 6 മണിയൊക്കെ ആയിരിക്കും അവർക്ക് ഡ്യൂട്ടീസ് സ്റ്റാർട്ട് ചെയ്യേണ്ട സമയം അല്ലെ. എന്താണ്? ആദ്യം തന്നെ പേഷ്യൻസിനുള്ള ചെക്കപ്പുകൾ നടത്തുക, അവർക്ക് വേണ്ട മെഡിസിൻ കൊടുക്കുക അല്ലെ, അവരുടെ പ്രഷർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. എന്താണ്? വാർഡിലെ പ്രവർത്തനങ്ങള് കൃത്യസമയത്ത് ആരംഭിക്കുക. ക്ലിയർ ആയോ? ചോദിച്ചവർക്ക്. ഓക്കെ. നെക്സ്റ്റ്, പ്രിവെന്റിംഗ് ഇന്ററപ്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് റുട്ടീൻ. എന്താണ്? വാർഡിലെ ദിനചര്യകൾ ചെയ്യുന്നതില് എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടുക. ഇപ്പൊ എന്താണ്? വാർഡില് ഒരു വിസിറ്റ് വരുവാൻ ഡോക്ടേഴ്സ് ഉണ്ടാവും അല്ലേ, ഉണ്ടായിരിക്കോ? അപ്പൊ ആ ഡോക്ടർ അന്ന് വിസിറ്റിന് വന്നില്ലെങ്കില് അവിടുത്തെ റുട്ടീനില് ചേഞ്ചസ് വരില്ലേ? അതല്ലെങ്കിൽ എന്താണ്? നഴ്സുമാര് അന്ന് വാർഡില് ഡ്യൂട്ടിയിൽ ഇട്ടിരിക്കുന്ന നഴ്സുമാര് ലീവ് എടുക്കുക. എന്തുവരും? ചേഞ്ചസ് വരുത്തണം അല്ലെ. റുട്ടീൻസ് എന്താണ്? ഡ്യൂട്ടിയിലെ ഷിഫ്റ്റ് ചേഞ്ചസ് വരുത്തണം. അപ്പൊ അതൊക്കെ എന്ത് വരും? കുറച്ച് സമയത്തെങ്കിലും ആ വാർഡിലെ ദിനചര്യകളില് തടസ്സങ്ങൾ വരുത്തില്ലേ? വരുത്തോ? വരുത്തും. അങ്ങനെയുള്ള വാർഡിലെ ദിനചര്യകൾ സ്ഥാപിക്കുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, യൂസ് ഓഫ് ഡെമോക്രാറ്റിക് മെത്തേഡ്സ് ഇൻ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് പോളിസി. എന്താണ്? വാർഡ് നയങ്ങൾ സ്ഥാപിക്കുന്നതില് ജനാധിപത്യ രീതികളുടെ ഉപയോഗം. ഡെമോക്രാറ്റിക് മെത്തേഡ്. ഡെമോക്രാറ്റിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരെയും ഉൾപ്പെടുത്താല്ലേ? ആണോ? എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നയങ്ങള് ഉണ്ടായിരിക്കുക. അപ്പൊ എന്താണ്? ഡോക്ടേഴ്സിന്, നഴ്സുമാര്, പേഷ്യൻസിന്, സ്റ്റാഫുകൾ, ബാക്കിയുള്ള അതർ സ്റ്റാഫുകളെ എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഡെമോക്രാറ്റിക് മെത്തേഡ് രീതികള് ഉപയോഗിക്കുക, യൂസ് ചെയ്യുക. വാർഡ് നയങ്ങളില് ഡെമോക്രാറ്റിക് മെത്തേഡുകള്, ജനാധിപത്യ രീതികള് ഉപയോഗിക്കുക. ക്ലിയർ ആയോ? എന്താണ്? വാർഡിലെ നയങ്ങളിൽ എന്തെറ്റുക? എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തുക. നെക്സ്റ്റ്, ഓറിയന്റേഷൻ ഓഫ് ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സ്. എന്താണ്? പുതിയ സ്റ്റാഫുകൾ വരുമ്പോ പരിഷ്കരണം വരുത്തണം അല്ലെ. എന്തൊക്കെ പരിഷ്കരണങ്ങൾ വരുത്തണം? ഡ്യൂട്ടിയിൽ ചേഞ്ചസ് വരുത്തണം അല്ലെ. വരുത്തണോ? വരുത്തണം. അപ്പൊ പുതിയ സ്റ്റാഫുകൾ വരുമ്പോ എന്താണ്? പരിഷ്കരണങ്ങള് വരുത്തുക. ഓക്കെ അല്ലേ? ഡ്യൂട്ടി ഷിഫ്റ്റ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഡ്യൂട്ടി അവേഴ്സിൽ അല്ലെ. പിന്നെന്താണ്? ഓരോ വാർഡുകളിലെ നമുക്ക് സ്പെഷ്യലൈസ്ഡ് വാർഡുകളുണ്ട്, ജനറൽ വാർഡുകളുണ്ട് അല്ലെ. അപ്പൊ ഓരോ വാർഡുകളിലും പുതിയതായിട്ട് സ്റ്റാഫുകൾ വരുന്നതിനനുസരിച്ച് എന്ത് പറ്റും? കുറവുള്ള വാർഡുകളിലേക്ക് സ്റ്റാഫുകൾ മാറ്റേണ്ടതൊക്കെ ആയിട്ട് വരൂലേ. അങ്ങനെയുള്ള പരിഷ്കരണങ്ങൾ വരുത്തുക. ഓക്കെ അല്ലേ? മെയിൻ്റനൻസ് ഓഫ് സ്യൂട്ടബിൾ എൻവയോൺമെന്റ്. എന്താണ്? അനുയോജ്യമായ പരിസ്ഥിതി പരിപാലനം.
എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് പേഷ്യൻസിന് ഒരുപാട് സൗണ്ട് ഒക്കെ കേട്ട് കഴിഞ്ഞാല് ഒന്നാമത് വയ്യാത്ത അല്ലെ, ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ടുള്ള പേഷ്യൻസിനാണ് അല്ലെ, ആളുകളെയാണ് അവിടെ അഡ്മിറ്റ് ചെയ്യുന്നത്. അവർക്ക് ഒരുപാട് നോയിസ് ലെവൽ അല്ലെങ്കിൽ ഒരുപാട് ഡിസ്റ്റർബൻസുകൾ ഉണ്ടായാൽ അവർക്ക് നല്ലതാണോ? അവർക്ക് എന്ത് പറ്റും? എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ്, ഇറിറ്റേഷൻ അല്ലെ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും അല്ലെ, ഉണ്ടാക്കും. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാണ്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുക, പരിപാലിക്കുക. നെക്സ്റ്റ്, പ്രൊവിഷൻ ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്സ് ഫോർ എഫിഷ്യന്റ് വർക്ക്. എന്താണ്? വാർഡിലെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എക്യുപ്മെന്റുകളും ഉപകരണങ്ങളും സാധനങ്ങളും ലഭ്യമാക്കുക. വേണ്ടേ? കാര്യക്ഷമമായ വാർഡിൽ കാര്യക്ഷമമായ ഒരു നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വേണമെങ്കിൽ എന്ത് വേണം? അവിടെയൊക്കെ ആവശ്യമായ ഉപകരണങ്ങളും സാധനങ്ങളൊക്കെ ലഭ്യമാക്കണം അല്ലെ. എന്താണ്? നമുക്ക് BP ചെക്ക് ചെയ്യണമെങ്കിൽ അതിനുള്ള മെഷീൻ വേണ്ടേ? പ്രഷർ എന്താണ് പൾസ് നോക്കണമെങ്കിൽ വേണം അല്ലെ. കാർഡിയാക് മോണിറ്ററൈസ് ചെയ്യണമെങ്കിൽ, അതല്ലെങ്കിൽ ECG എടുക്കണമെങ്കിൽ എന്താണ് വേണോ? മൂവബിൾ ആയിട്ടുള്ള പോർട്ടബിൾ ആയിട്ടുള്ള ECG മെഷീൻസ് വേണല്ലേ. അല്ലെങ്കിൽ എന്താണ് അവിടെ കിടക്കുന്ന പേഷ്യൻസിന് മെഡിസിൻ കൊടുക്കണമെങ്കിൽ മെഡിസിനുകൾ ലഭ്യമായിരിക്കണം അല്ലെ. അല്ലെങ്കിൽ എന്താണ് അവരുടെ മേലെങ്കിലും മുറിവോ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് അത് ഡ്രസ് ചെയ്യണമെങ്കിൽ അതിനുള്ള മരുന്നുകളും കോട്ടൺസ് ഒക്കെ ലഭ്യമാക്കണം അല്ലെ. വാർഡിലെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഉപകരണങ്ങളും സാധനങ്ങളും ലഭ്യമാക്കുക. ക്ലിയർ കട്ട് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ഓർഡേഴ്സ്. എന്താണ്? ഡോക്ടർമാരുടെ നഴ്സുമാരുടെ ഉത്തരവുകള് വ്യക്തമാക്കുക. എന്താണ്? ഡോക്ടർ വന്ന് കാണിട്ട് ചെക്കപ്പ് റൗണ്ട്സിന് വരുമ്പോ ഈ രോഗികളെ ചെക്കപ്പ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയില്ലേ. എന്താണ്? ചിലപ്പോ മെഡിസിൻ മാറ്റേണ്ടതായിട്ട് പറയില്ലേ. അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ടെസ്റ്റുകളില് പുതിയ ടെസ്റ്റുകൾ നടത്തുന്നതിനായിട്ടൊക്കെ എഴുതി കൊടുക്കില്ലേ? കൊടുക്കോ? കൊടുക്കില്ലേ? കൊടുക്കും. അപ്പൊ അങ്ങനെയുള്ള ഉത്തരവുകൾ ഇപ്പൊ ഡോക്ടേഴ്സിന്റെ ഉത്തരവുകൾ എന്ത് ചെയ്യും? നഴ്സുമാര് പറയില്ലേ ഈ പേഷ്യൻസിനടുത്ത് ഡോക്ടർ ഇന്നിന്ന ചെക്കപ്പുകൾ ഇന്നിന്ന ടെസ്റ്റുകൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെയുള്ള ഡോക്ടർമാരുടെ നഴ്സുമാരുടെ ഉത്തരവുകള് വ്യക്തമാക്കുക. നല്ല രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക പേഷ്യൻസിന്. ആക്യുറേറ്റ് റെക്കോർഡ്സ്, ഫുൾ റിപ്പോർട്ട്. എന്താണ്? കൃത്യമായ റെക്കോർഡുകള് സൂക്ഷിക്കുക. പേഷ്യൻസിന്റെ എല്ലാ റിപ്പോർട്ട്സുകളും എന്താണ്? ഇപ്പൊ എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതല്ലെങ്കിൽ എന്തെങ്കിലും സ്കാനിങ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻഡോസ്കോപ്പിയോ, അപ്പൊ അതിന്റെയൊക്കെ റിപ്പോർട്ടുകൾ കാണും അല്ലെ. അങ്ങനെയുള്ള എല്ലാ റിപ്പോർട്ടുകളും കൂടി ഉൾപ്പെടുത്തി കാണിട്ട് കൃത്യമായ മെഡിക്കൽ റെക്കോർഡ് സൂക്ഷിക്കുക. ഓക്കെ അല്ലേ? പേഷ്യൻസിന്റെ എല്ലാ രേഖകളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൃത്യമായ റെക്കോർഡുകള് സൂക്ഷിക്കുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, മെയിൻ്റനൻസ് ഓഫ് ഹൈ മോറൽ എമംഗ് ഓൾ സ്റ്റാഫ് മെമ്പേഴ്സ്. എന്താണ്? വാർഡില് വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സിനും, എല്ലാ സ്റ്റാഫ് അംഗങ്ങൾക്കും എന്താണ്? നല്ല രീതിയിലുള്ള ഒരു മനോവീര്യം, ഹൈ മനോവീര്യം, നല്ല മനോവീര്യം ഉണ്ടായിരിക്കണം. എന്താണ്? വാർഡില് എപ്പോഴാണ് ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാവുമെന്ന് അറിയാൻ പറ്റും നമുക്ക്. ഒരു പേഷ്യൻസിന്റെ വാർഡിൽ കിടക്കുന്ന പേഷ്യൻസിന്റെ നില എപ്പോഴാണ് ഗുരുതരമാകുന്നത് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്നാൽ അത് ഫേസ് ചെയ്യാൻ അവിടെയുള്ള സ്റ്റാഫുകൾ വില്ലിങ് ആയിരിക്കണം അല്ലെ. നഴ്സുമാരല്ലേ, വാർഡില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള്. അപ്പൊ അവർക്ക് എന്ത് വേണം? അതിനുള്ള ഒരു ധൈര്യം വേണല്ലേ. അപ്പൊ എന്താണ്?
അതല്ലെങ്കിൽ എന്താണ് വാർഡിൽ പല ആളുകൾ കിടക്കുന്ന സ്ഥലമാണ് അല്ലെ, പല ഡിഫറെന്റ് അല്ലെ, പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകൾ കിടക്കുന്ന ഒരു സ്ഥലമാണ് വാർഡ്. എന്താണ് ചിലപ്പോ അവർക്ക് ഡീൽ ചെയ്യാൻ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ വരില്ലേ, വരോ? വരും. അപ്പൊ എന്താണ് അത് കൈകാര്യം ചെയ്യാൻ വാർഡിലെ സ്റ്റാഫുകൾ വില്ലിങ് ആയിരിക്കണം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താണ് വാർഡിലെ സ്റ്റാഫ് മെമ്പേഴ്സ് എന്താണ് നല്ല മനോവീര്യമുള്ള ആളുകളായിരിക്കണം. ഓക്കെ അല്ലേ? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഗുഡ് വർക്കിംഗ് റിലേഷൻ വിത്ത് ദി വാർഡ് ആൻഡ് വിത്ത് അതർ അസോസിയേറ്റ്സ്. എന്താണ് വാർഡിലുള്ള മറ്റ് സഹപ്രവർത്തകരുമായിട്ട് നല്ല പ്രവർത്തന ബന്ധം ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഒരു ഡെമോക്രാറ്റിക് വേ പറഞ്ഞിരുന്നോ, ഡെമോക്രാറ്റിക് മെത്തേഡ് എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അല്ലെ, എല്ലാവരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വാർഡ് പോളിസി ആയിരിക്കണം. അപ്പൊ എന്താണ് അങ്ങനെയുള്ള ഒരു ഡെമോക്രാറ്റിക് മെത്തേഡ് ഏതാണ് പറയേണ്ടത്? നസ്രി ഏതാണ്? ഇപ്പൊ മിസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണോ? മോറൽ ആണോ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണോ? ഇപ്പൊ മിസ് പറയാം, കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ കേട്ടാ. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഗുഡ് വർക്കിംഗ് റിലേഷൻഷിപ്പ് വിത്ത് ദി വാർഡ് ആൻഡ് വിത്ത് അതർ അസോസിയേറ്റ്സ്. എന്താണ് വാർഡിലുള്ള മറ്റ് സഹപ്രവർത്തകരുമായിട്ട് നല്ല പ്രവർത്തന ബന്ധം സ്ഥാപിക്കുക. നമ്മൾ പറഞ്ഞ വാർഡിലെ പോളിസി എങ്ങനെയുള്ളതായിരിക്കണം എന്ന് പറഞ്ഞു, ഒരു ഡെമോക്രാറ്റിക് മെത്തേഡ് ആയിരിക്കണം എന്ന് പറഞ്ഞു അല്ലെ, എല്ലാവരെയും കൂടി ഉൾക്കൊള്ളിച്ചു കൊണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് അങ്ങനെയുള്ള ഡെമോക്രാറ്റിക് മെത്തേഡിലെ വാർഡിലെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അവിടെയുള്ള ആളുകൾ തമ്മിൽ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കണം അല്ലെ, ഒരു നല്ല റിലേഷൻ ഉണ്ടായിരിക്കണം. വേണ്ടേ? വേണം. അതാണ് അങ്ങനെ അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ് വാർഡിലുള്ള മറ്റു സഹപ്രവർത്തകരുമായി നല്ല പ്രവർത്തന ബന്ധം സ്ഥാപിക്കുക. ഓക്കെ അല്ലേ? ഇപ്പൊ എന്താണ് ഒരാളെ കാണുമ്പോ, ഒരു നഴ്സിനെ കാണുമ്പോ മറ്റേ നഴ്സ് തിരിഞ്ഞടക്കാം, ഇവരോട് പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഷെയർ ചെയ്യാതെ പറഞ്ഞു കൊടുക്കാതെ. അപ്പൊ എന്താണ് അത് നല്ല രീതിയിൽ അവിടുത്തെ പ്രവർത്തനം നടക്കുമോ? അതല്ലെങ്കിൽ എന്താണ് ഗ്രൂപ്പിസം പോലെ, എന്താണ് കുറച്ച് നേഴ്സുമാർ ഒരു ഗ്രൂപ്പ്, അപ്പൊ ഗ്രൂപ്പിസം വന്നു കഴിഞ്ഞാൽ നടക്കുമോ? പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്താൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ് വാർഡിലെ എല്ലാ പ്രവർത്തകരുമായിട്ടും മറ്റു സഹപ്രവർത്തകരുമായിട്ട് നല്ല ഒരു പ്രവർത്തന ബന്ധം ഉണ്ടായിരിക്കുക. ഓക്കെ അല്ലേ? ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി, പ്രതിനിധി ഉത്തരവാദിത്വം. എന്താണ് ഓരോ ഗ്രൂപ്പിനും ഓരോ പ്രതിനിധി ഉണ്ടായിരിക്കും അല്ലെ. എന്താണ് നഴ്സുമാർക്ക് വാർഡിൽ എന്തുണ്ടായിരിക്കും? ഒരു ഹെഡ് ഉണ്ടായിരിക്കും അല്ലേ. ക്ലീനിങ്ങിന് നിൽക്കുന്ന സ്റ്റാഫുകളിലാണെങ്കിൽ എന്താണ് അവർക്കൊരു ഹെഡ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അവരെന്ത് ആ പ്രതിനിധി ആയിരിക്കും എന്നിട്ട് മറ്റുള്ള സ്റ്റാഫുകൾക്ക് അല്ലെ ഉത്തരവാദിത്തങ്ങൾ പകുത്തു നൽകുന്നത് അല്ലെ, കൊടുക്കുന്നത്. അങ്ങനെയുള്ള പ്രതിനിധി ഉത്തരവാദിത്തം. അപ്പൊ എന്താണ് ആ പ്രതിനിധി നല്ല രീതിയിൽ വർക്കുകൾ അവർക്ക് കൊടുക്കുക. ഓക്കെ അല്ലേ? അസൈൻ ചെയ്ത് കൊടുക്കുക ഡ്യൂട്ടീസ് അല്ലെ. ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി, പ്രതിനിധി ഉത്തരവാദിത്വം. ഓക്കെ അല്ലേ? എന്താണ് നഴ്സുമാരാണെങ്കിൽ എന്തെങ്കിലും ഒരു ഹെഡ് ഉണ്ടാവും, ആ ഹെഡ് ആയിരിക്കും ബാക്കിയുള്ള നഴ്സുമാർക്ക് ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത് അല്ലേ. ആണോ? അങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കി പ്രതിനിധി ഡെലിഗേഷൻ ഈ പ്രതിനിധി കൊടുക്കുന്ന വർക്കുകൾ എന്താണ് ഇവര് നല്ല രീതിയിൽ ചെയ്തു തീർക്കുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വെൽ പ്ലാൻഡ് അസൈൻമെന്റ്.
വെൽ പ്ലാൻഡ് അസൈൻമെന്റ് എന്ന് പറഞ്ഞാല് അപ്പൊ നമ്മ പറഞ്ഞു അല്ലെ, പ്രതിനിധി ആയിരിക്കും ഓരോ സ്റ്റാഫുകൾക്കും ഓരോ വർക്കുകൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നത് അല്ലെ, ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ആസൂത്രണം ചെയ്തുകൊണ്ട് കൊടുക്കുക. ഒരാൾക്ക് പറ്റാത്ത കാര്യം അയാളെ ഏൽപ്പിച്ചിട്ട് കാര്യമുണ്ടോ? എനിക്ക് പറ്റാത്ത കാര്യം ഏൽപ്പിച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യുക, ഈ പ്രതിനിധി നല്ല രീതിയിൽ ആസൂത്രണം ചെയ്തുകൊണ്ട് ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുക. അപ്പൊ എന്താണ്, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ അതെന്ത് ചെയ്യും, നല്ല രീതിയിൽ ആ വർക്ക് ചെയ്ത് തീർക്കും അല്ലേ? തീർക്കോ? ഓക്കെ. അത് നമ്മ എന്ത് ചെയ്യും, നമ്മളെ കൊണ്ട് എത്രയും നല്ല എത്രത്തോളം പെർഫെക്റ്റ് ആക്കാൻ പറ്റും അത്രത്തോളം പെർഫെക്റ്റ് ആക്കി കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യാ, പ്രതിനിധി ഉത്തരവാദിത്തങ്ങൾ അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ആസൂത്രണം ചെയ്തുകൊണ്ട് കൊടുക്കുക. നെക്സ്റ്റ്, വെൽ അറേഞ്ച്ഡ് ടൈം ഫോർ പേഴ്സണൽ. എന്താണ് പേഴ്സണൽസിന് എന്താണ് ക്രമീകരിച്ച സമയം. വെൽ അറേഞ്ച്ഡ് ടൈം എന്താണ്, ഇപ്പൊ ഡോക്ടേഴ്സിന് വിസിറ്റിന് ടൈം ഉണ്ട്, ഉണ്ടോ? ഉണ്ട്. നഴ്സുമാർക്ക് ഡ്യൂട്ടിക്ക് കയറാൻ സമയമുണ്ട്, ഡ്യൂട്ടി അല്ലെ ഷിഫ്റ്റ് ചെയ്യാൻ സമയമുണ്ട് അല്ലെ, അവരുടെ ഡ്യൂട്ടി ടൈം. അപ്പൊ എന്ത് ചെയ്യാം, ഓരോ ആളുകൾക്കും ക്രമീകരിച്ച സമയം കൊടുക്കുക. ഉദ്യോഗാർത്ഥികൾക്ക്, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ക്രമീകരിച്ച സമയം കൊടുക്കുക. ഗുഡ് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ. നല്ല അധ്യാപനവും മേൽനോട്ടവും. എന്താണ്, ഡോക്ടർമാര് അല്ലെങ്കിൽ ഹെഡ് നഴ്സുമാരല്ലേ, ഹെഡ് നഴ്സുമാർ എന്ത് ചെയ്യാ, നല്ല രീതിയല്ലേ പേഷ്യൻസിന്റെ കാര്യങ്ങളെ കുറിച്ച് ബാക്കിയുള്ള നഴ്സുമാർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? പറഞ്ഞു കൊടുക്കണോ? അവർക്ക് ഇന്ന മരുന്നുകളാണ് കൊടുക്കേണ്ടത്. ഓരോ ഫയൽ എടുത്തിട്ടായിരിക്കും സിസ്റ്റർമാര് അല്ലെങ്കിൽ ഡോക്ടർമാര് ഹെഡ് പറയുന്നത്. എന്താണ്, ഈ ഫയലിൽ ഇന്ന പേഷ്യൻസ് ഇന്ന അസുഖമായിട്ടാണ് വന്നിരിക്കുന്നത്, അവർക്ക് ഇന്ന മെഡിസിൻ ഇന്ന ടൈമിലാണ് കൊടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കും അല്ലെ? പറഞ്ഞുതരാം. അപ്പൊ എന്താണ്, നല്ല രീതിയിലുള്ള അധ്യാപനവും പിന്നെ എന്താണ്, സൂപ്പർവിഷൻ ചെയ്യണം അല്ലെ, അവർ മേൽനോട്ടം വഹിക്കണം, അവർ കറക്റ്റ് രീതിയിൽ ആ മെഡിസിൻ കൊടുക്കുന്നുണ്ടോ അല്ലെ, നല്ല രീതിയിൽ ആ പേഷ്യൻസിനെ കെയർ ചെയ്യുന്നുണ്ടോ, അതൊക്കെ എന്ത് ചെയ്യണം, മേൽനോട്ടം വഹിക്കണം, സൂപ്പർവിഷൻ ചെയ്യുക. നെക്സ്റ്റ്, വെൽ പ്ലാൻഡ് അസൈൻമെന്റ്. വെൽ പ്ലാൻഡ് അസൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആളുകൾക്കും കൊടുക്കുന്ന ഉത്തരവാദിത്തങ്ങള് നല്ല രീതിയിൽ ആസൂത്രണം ചെയ്തുകൊണ്ട് കൊടുക്കുക. ഓക്കെ അല്ലേ? അപ്പൊ നമ്മ പറഞ്ഞ എന്താണ്, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും ഓരോ സ്റ്റാഫുകൾക്കും ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ എന്താണ്, അത് നല്ല രീതിയിൽ ആസൂത്രണം ചെയ്തുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നതാണോ എന്നൊക്കെ നോക്കി നല്ല രീതിയിൽ ആസൂത്രണം ചെയ്തുകൊണ്ട് കൊടുക്കുക. വെൽ അറേഞ്ച്ഡ് ടൈം ഫോർ പേഴ്സണൽ. എന്താണ്, ഓരോ പേഴ്സൺസിലും ഇപ്പൊ ഹോസ്പിറ്റലില് വാർഡിൽ വർക്ക് ചെയ്യുന്ന ഓരോ ആളുകൾക്കും സമയങ്ങൾ ഉണ്ടാവും അല്ലെ, ക്രമീകരിച്ച് സമയങ്ങൾ ഉണ്ടാവും. എന്താണ്, ഡോക്ടേഴ്സിന് വിസിറ്റിംഗ് ടൈം ഉണ്ടായി, വാർഡിൽ വിസിറ്റിംഗ് ടൈം ഇല്ലേ, നമ്മൾ കേട്ടിട്ടില്ലേ? ഡോക്ടറിന്റെ സമയത്താണ് വിസിറ്റിൽ വരുന്നത്. ഇല്ല, അതെന്താണ്, അവർക്ക് കൊടുത്തിരിക്കുന്ന സമയമാണ്, വിസിറ്റിന് വരാൻ കൊടുക്കുന്ന സമയമാണ്. പിന്നെ എന്താണ്, ഡ്യൂട്ടി. നഴ്സുമാർക്ക് ഡ്യൂട്ടി ടൈം ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. അപ്പൊ എന്താണ്, അത് അവർക്ക് കൊടുത്തിരിക്കുന്ന അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്ന ടൈമാണ്. പിന്നെ എന്താണ്, ക്ലീനിങ്ങിന് വരാൻ സമയമുണ്ട് അല്ലെ, രാവിലെ തന്നെ വന്ന് ക്ലീൻ ചെയ്യും ഇല്ലേ? ഒരു 9 മണി 8:30 ആകുമ്പോഴേക്കിനും വന്ന് ക്ലീനിങ് ചെയ്യും അല്ലെ. അപ്പൊ എന്താണ്, ആ ക്ലീനിങ്ങിന് വേണ്ടി കൊടുത്തിരിക്കുന്ന സമയമാണത്. എന്താ അങ്ങനെ വെൽ അറേഞ്ച്ഡ്. പിന്നെ എന്താണ്, വിസിറ്റേഴ്സിന് അല്ലെ, രോഗി സന്ദർശകർക്കുള്ള ടൈമില്ലേ, എന്താണ്, ഉച്ചക്ക് രാവിലെ 11 മുതൽ 12 മണി വരെ, അല്ലെങ്കിൽ വൈകിട്ട് 5 മുതൽ 6 വരെ. അതെന്താണ്, വിസിറ്റേഴ്സ് ടൈം ആണ് അല്ലെ, അത് അവർക്ക് കൊടുത്തിരിക്കുന്ന ടൈമാണ്. ഓക്കെ ആയോ?
വെൽ അറേഞ്ച്ഡ് ടൈം ഫോർ പേഴ്സണൽ. എന്താണ്? ഓരോ ആളുകൾക്കും ക്രമീകരിച്ച സമയം കൊടുക്കുക. ഓക്കെ ആയോ? ഇത് എന്താണ്? ഫോളോ പോളിസീസ് ആൻഡ് പ്രോട്ടോകോൾസ്. എന്താണ്? പോളിസികളും പ്രോട്ടോകോൾസുകളും അനുസരിച്ച് ആയിരിക്കണം വാർഡിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പിന്നെ എന്താണ്? വാർഡിലെ പ്രവർത്തനങ്ങളെ കുറിച്ച്, ചുമതലയെ കുറിച്ചുള്ള അറിവുണ്ടായിരിക്കുക. പിന്നെ എന്താണ്? ഓരോ ദിവസത്തെയും കാര്യങ്ങൾ വാർഡിൽ ചെയ്യേണ്ട പറഞ്ഞുതരാം പ്രോഗ്രാമുകളെ കുറിച്ചുള്ള പ്ലാനിങ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് എന്താണ്? കൃത്യസമയത്ത് തുടങ്ങുക. എപ്പോഴാണ് വാർഡിലെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് ആ സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ എന്താണ്? വാർഡിലെ പ്രവർത്തനങ്ങൾ സ്ഥാപിക്കുന്നതിൽ, ദിനചര്യകൾ സ്ഥാപിക്കുന്നതിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാവാതെ നോക്കുക. പിന്നെ എന്താണ്? വാർഡിലെ പോളിസി എന്ത് രീതിയിൽ ഒരു ഡെമോക്രാറ്റിക് മെത്തേഡുകൾ എന്താണ്? എല്ലാവരെയും കൂടി ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള വാർഡ് നയങ്ങള് രൂപീകരിക്കുക, ഉപയോഗിക്കുക. ഓറിയന്റേഷൻ എന്താണ്? പുതിയ സ്റ്റാഫുകള് വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാം? പരിഷ്കരണങ്ങൾ നടത്തുന്നതാണ്. സമയത്തിലോ അതല്ലെങ്കിൽ ഡ്യൂട്ടികളിലോ ഒക്കെ എന്താണ്? പരിഷ്കരണങ്ങൾ നടത്തുക. പിന്നെ എന്താണ്? പേഷ്യൻസിനെ അല്ലെങ്കിൽ അവിടെയുള്ള വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അനുയോജ്യമായ എൻവിയോൺമെന്റ്, പരിസ്ഥിതി പരിപാലനം. പിന്നെ എന്താണ്? എഫിഷ്യന്റ് വർക്ക്. വാർഡിലെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടതായ ഉപകരണങ്ങളും സാധനങ്ങളും വിതരണം ചെയ്യുക, എത്തിക്കുക. നെക്സ്റ്റ് എന്താണ്? പേഷ്യൻസിനോട് ഡോക്ടേഴ്സിന്റെ, നഴ്സുമാരുടെ ഉത്തരവുകളെ കുറിച്ച്, ഓർഡേഴ്സിനെ കുറിച്ച് വ്യക്തമാക്കുക. പിന്നെ എന്താണ്? പേഷ്യൻസിന്റെ എല്ലാ റിപ്പോർട്ടുകൾ എന്താണ്? ബ്ലഡ് റിപ്പോർട്ടുകൾ, ECG, എക്സ്റേ അങ്ങനെയുള്ള ഏതാണ്? സൂട്ടബിൾ എൻവയോൺമെന്റ് ആണോ? മെയിൻ്റനൻസ് ഓഫ് സ്യൂട്ടബിൾ എൻവയോൺമെന്റ് ആണോ? ഓക്കെ. സൂട്ടബിൾ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാർഡിലെ പേഷ്യൻസിന്, എങ്ങനെയുള്ള പേഷ്യൻസിനെ ആയിരിക്കും? എന്തെങ്കിലും അസുഖബാധിതരായ പേഷ്യൻസിനെ ആയിരിക്കും കൊണ്ട് നടത്തുന്നത്. അപ്പൊ അവർക്ക് ഒരുപാട് നോയ്സുകള്, ഒച്ച, ബഹളങ്ങള് അതല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും അവർക്ക് ബുദ്ധിമുട്ടായിരിക്കുമോ? ആയിരിക്കോ? ആയിരിക്കും. അപ്പൊ എന്താണ്? നല്ല രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ് അവർക്ക് കൊടുക്കുക. അതല്ലെങ്കിൽ എന്താണ്? അവിടെ വർക്ക് ചെയ്യുന്ന നഴ്സുമാർക്ക് അവർ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ്? ഭയങ്കര ഡിസ്റ്റർബൻസ്, എന്താണ്? ഒരുപാട് പേഷ്യൻസ്, അവര് എണ്ണത്തിൽ കൂടുതൽ പേഷ്യൻസിനൊക്കെ വാർഡിൽ അഡ്മിറ്റ് ചെയ്താൽ എന്ത് ചെയ്യും? അവര് പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമോ നഴ്സുമാരുടെ? ഇല്ല. അപ്പൊ എന്താണ്? വാർഡില് നല്ല രീതിയിലുള്ള ഒരു പരിസ്ഥിതി പരിപാലനം ഉണ്ടായിരിക്കുക, ഒരു എൻവയോൺമെന്റ് അവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി നല്ല രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ് സൂക്ഷിക്കുക, പരിപാലിക്കുക. ക്ലിയർ കട്ട് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ഓർഡർ. എന്താണ്? നഴ്സുമാരുടെ അതല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ ഉത്തരവുകള് പേഷ്യൻസിന് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക. പിന്നെ എന്താണ്? പേഷ്യൻസിന്റെ റിപ്പോർട്ടുകൾ എന്തൊക്കെ രേഖകളാണോ? എന്താണ്? ചിലപ്പോൾ ഒരു പേഷ്യൻസിന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം, ECG എടുത്തിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ എന്താണ്? എൻഡോസ്കോപ്പിയോ അങ്ങനെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് നടത്തിയിട്ടുണ്ടായിരിക്കാം. അപ്പൊ അതിന്റെ എല്ലാം റിപ്പോർട്ടുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൃത്യമായ മെഡിക്കൽ റെക്കോർഡ് സൂക്ഷിക്കുക. പിന്നെന്താണ്? സ്റ്റാഫുകളുടെ ഇടയിൽ, വാർഡില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ ഇടയിൽ എന്താണ്? അവർക്ക് നല്ല മനോവീര്യം ഉണ്ടായിരിക്കുക. എന്താണ്? എപ്പോഴാണ് അവർക്കൊരു എമർജൻസി സിറ്റുവേഷനിലെ ഒരു പേഷ്യൻസിന്റെ നില ഗുരുതരമാകുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നല്ല മനോവീര്യം ആ സ്റ്റാഫുകൾക്ക് ഉണ്ടായിരിക്കുക. പിന്നെ എന്താണ്? വാർഡിലെ എല്ലാ സ്റ്റാഫുകളുമായിട്ട് നല്ല ഒരു റിലേഷൻ, ഒരു പ്രവർത്തന ബന്ധം ഉണ്ടായിരിക്കുക. പിന്നെ എന്താണ്? പ്രതിനിധി ഉത്തരവാദിത്വം അല്ലെ? എന്താണ്?
ഓരോ ആളുകൾക്കും എന്താണ് ഓരോ പ്രതിനിധി അവർക്ക് ഉത്തരവാദിത്തങ്ങൾ പകുത്തു നൽകുന്നതിനായിട്ട് ഓരോ പ്രതിനിധി ഓരോ ഹെഡുകള് ഉണ്ടായിരിക്കും. അവര് നല്ല രീതിയിൽ എന്താണ് വർക്കുകൾ അസൈൻ ചെയ്ത് കൊടുക്കുക. വെൽ പ്ലാനഡ് അസൈൻമെന്റ് എന്താണ് പ്രതിനിധികള് ഡെലിഗേഷൻസ് ഉത്തരവാദിത്തങ്ങള് പകുത്ത് അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ആസൂത്രണം ചെയ്തുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് ആസൂത്രണം ചെയ്തുകൊണ്ട് കൊടുക്കുക. പിന്നെന്താണ് ഓരോ പേഴ്സൺസും ഇപ്പൊ വിസിറ്റേഴ്സിനാണെങ്കിലും നഴ്സുമാർക്കാണെങ്കിലും ഡോക്ടേഴ്സിനാണെങ്കിലും ക്ലീനിങ് സ്റ്റാഫുകൾക്കാണെങ്കിലും എന്താണ് ക്രമീകരിച്ച സമയം കൊടുക്കുക. പിന്നെന്താണ് ടീച്ചിങ് ഗുഡ് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ എന്താണ് വാർഡിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് നല്ല അധ്യാപനവും മേൽനോട്ടവും ഉണ്ടായിരിക്കുക. അതെന്താണ് മറ്റുള്ള നഴ്സുമാരാണെങ്കിൽ ആരാണ് ഡോക്ടേഴ്സും ഹെഡും എന്ത് ചെയ്യും അധ്യാപനം നടത്തൂല്ലേ ടീച്ചിങ് കൊടുക്കൂലെ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതിനെ കുറിച്ച്. ഇതെന്ത് ചെയ്യാം അത് നല്ല രീതിയിൽ അവർ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് സൂപ്പർവിഷൻ ചെയ്യുക. ഓക്കെ അല്ലേ? ക്ലിയർ ആയോ? ഓക്കെ നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്ക് ഓർ സെക്രട്ടറി എന്നാണ് വാർഡ് ക്ലർക്കിന്റെ അല്ലെങ്കിൽ വാർഡ് സെക്രട്ടറിയുടെ ഉത്തരവാദിത്തങ്ങള് ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? കമ്പൈലിംഗ് ആൻഡ് റെക്കോർഡിംഗ് മെഡിക്കൽ ചാർട്ട് റിപ്പോർട്ട്സ് ആൻഡ് കറസ്പോണ്ടൻസ് എന്താണ് പേഷ്യൻസിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ മെഡിക്കൽ എന്താണ് നിർബന്ധിതവുമായ റെക്കോർഡുകൾ എങ്ങനെയുള്ള മെഡിക്കൽ ചാർട്ടുകൾ അല്ലെ അവരുടെ മെഡിക്കൽ രേഖകള് അവരുടെ റിപ്പോർട്ടുകളിൽ എന്താണ് ബ്ലഡ് അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ ആൻഡ് കറസ്പോണ്ടൻസ് എന്താണ് അനുബന്ധ കാര്യങ്ങൾ അല്ലെ ഇപ്പൊ എന്താണ് ഇപ്പൊ മിസ് പറഞ്ഞാൽ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തുന്ന ട്രാങ്കിയോസ്റ്റമി അല്ലെങ്കിൽ എൻഡോസ്കോപ്പി അതല്ലെങ്കിൽ എന്താണ് ആൻജിയോപ്ലാസ്റ്റി ആൻജിയോഗ്രാം അപ്പൊ എങ്ങനെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് നടത്തിയിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന്റെ എല്ലാം റിപ്പോർട്ടുകൾ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള എന്താണ് നിർബന്ധിതവും കംപ്ലീറ്റുമായ എന്താണ് കൃത്യവുമായ മെഡിക്കൽ റെക്കോർഡുകൾ സൂക്ഷിക്കുക തയ്യാറാക്കുക. ഓക്കെ അല്ലേ? പേഷ്യൻസിന്റെ എല്ലാ രേഖകളും എന്താണ് റിപ്പോർട്ടുകള് അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാ രേഖകളും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള കംപ്ലീറ്റ് ആയ മുഴുവനായിക്കൊണ്ടുള്ള മെഡിക്കൽ ചാർട്ടുകള് റെക്കോർഡ് ചെയ്യുക രേഖപ്പെടുത്തുക. ഓക്കെ ആണോ? എന്താണ് വാർഡിൽ കിടക്കുന്ന ഒരു പേഷ്യൻസിന്റെ റെക്കോർഡ് എടുത്തു കഴിഞ്ഞാൽ അതിലെന്താണ് അവർക്ക് എന്തൊക്കെ റിപ്പോർട്ടുകള് എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് അതിന്റെ റിപ്പോർട്ടുകൾ വേണം. അവർക്ക് എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ടുകള് അവർക്ക് എന്തൊക്കെ മെഡിക്കേഷൻസ് കൊടുക്കാം മിസ് അത് തന്നെയാണ് പറയുന്നത് എന്തൊക്കെ മെഡിക്കേഷൻസില് എന്തൊക്കെ മെഡിസിൻ ഡോക്ടർ കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള എല്ലാ റിപ്പോർട്ടുകളും എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള നിർബന്ധിതമായ ഒരു മെഡിക്കൽ റെക്കോർഡ് തയ്യാറാക്കുക. ഓക്കെ ആയോ? പേഷ്യൻസിനെ കുറിച്ചുള്ള എല്ലാ രേഖകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നിർബന്ധിതമായ മെഡിക്കൽ റെക്കോർഡ് തയ്യാറാക്കുക. അതാരുടെ ഡ്യൂട്ടിയാണ്? വാർഡ് ക്ലർക്കിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ നെക്സ്റ്റ് customer needs assessment meeting quality standard for services and evaluation of customer satisfaction എന്താണ് കസ്റ്റമറുടെ നീഡ്സ് അസസ്മെന്റ് ചെയ്യുക കസ്റ്റമറുടെ ആവശ്യങ്ങൾ അല്ലെ ആവശ്യങ്ങള് അസസ് ചെയ്യുക വിലയിരുത്തുക ചോദിച്ച് മനസ്സിലാക്കുക. പിന്നെ എന്താണ് അവർക്ക് കൊടുക്കുന്ന സർവീസുകൾ അല്ലെ എന്താണ് ക്വാളിറ്റി ഉള്ളതാണോ ഗുണനിലവാരമുള്ളതാണോ എന്ന് നോക്കുക. ആൻഡ് ഇവാലുവേഷൻ ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷനെ
വിലയിരുത്തുക. അവര് അവര് നല്ല രീതിയിലുള്ള സാറ്റിസ്ഫൈഡ് ആണോ എന്നല്ലേ വിലയിരുത്തുക. ഓക്കെ ആണോ? എന്തൊക്കെ ചെയ്യണം ഈ വാർഡ് ക്ലർക്ക്? പേഷ്യൻസിന്റെ നീഡ്സുകൾ, ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. കൂടാതെ അവർക്ക് കൊടുക്കുന്ന സർവീസുകൾ, സേവനങ്ങള് ക്വാളിറ്റി ഉള്ളതാണോ, എന്തൊക്കെയാണ് സർവീസുകൾ? ട്രീറ്റ്മെന്റുകള്, മെഡിസിൻസുകള്, ടെസ്റ്റുകൾ, എല്ലാം സർവീസുകളാണല്ലേ ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന. അപ്പൊ അതൊക്കെ എന്താണ്? ക്വാളിറ്റി ഉള്ളതാണോ, ഗുണനിലവാരമുള്ളതാണോ എന്ന് ചെക്ക് ചെയ്യുക. പിന്നെ എന്താണ്? കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷനെ വിലയിരുത്തുക. ഓക്കെ ആണോ? ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ. നെക്സ്റ്റ്, provide support healthcare staff and ensure appropriate maintenance of patient care unit. എന്താണ്? ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക്, ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഡോക്ടേഴ്സ്, നഴ്സുമാര്, ടെക്നീഷ്യൻസ് എല്ലാം എല്ലാവരും ഉൾപ്പെടും അല്ലെ? അപ്പൊ അവർക്ക് എന്താണ്? പിന്തുണ നൽകുക, സപ്പോർട്ട് ചെയ്യുക. and ensure appropriate maintenance of patient care unit. എന്താണ്? appropriate patient care unitന് ഉചിതമായ പരിപാലനം ഉറപ്പാക്കുക. എന്തൊക്കെയാണ് പേഷ്യൻസ് കെയർ യൂണിറ്റിൽ ഉൾപ്പെടുന്നത്? എന്താണ് അറിയോ? പേഷ്യന്റ് കെയർ യൂണിറ്റിൽ എന്തൊക്കെ ഉൾപ്പെടും? നഴ്സിംഗ് യൂണിറ്റ് ഉൾപ്പെടും. പിന്നെന്താണ്? ഡയഗ്നോസിസ്. പിന്നെന്താണ്? ഇമേജിങ്ങുകൾ അല്ലെ, സ്കാനിങ് സെക്ഷൻ ഉൾപ്പെടും, ടെസ്റ്റിംഗ് സെക്ഷന്. പിന്നെന്താണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, റീഹാബിലിറ്റേഷൻ സർവീസുകൾ എല്ലാം എന്താണ്? പേഷ്യന്റ് കെയർ യൂണിറ്റ്സുകളാണ്. അപ്പൊ അവർക്ക് എന്താണ്? ഉചിതമായ പരിപാലനം. അവർക്ക് എന്തെങ്കിലും നീഡ്സുകൾ ഉണ്ടോ, അവർക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ, അവർക്ക് എന്തെങ്കിലും എക്യുപ്മെന്റ്സുകൾ വേണ്ടതുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യേണ്ടത് ആരാണ്? ഈ വാർഡ് ക്ലർക്കാണ്, അല്ലെങ്കിൽ വാർഡ് സെക്രട്ടറി ആണ്. ഓക്കെ ആണോ? ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് പിന്തുണ നൽകുക. അപ്പൊ അവർക്ക് എന്താണ്? അവർക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് അല്ലെ, അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ലഭ്യമാക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അതൊക്കെ ചെയ്തു കൊടുക്കുക. പിന്നെ എന്താണ്? പേഷ്യന്റ് കെയർ യൂണിറ്റിന് എന്താണ്? ഉചിതമായ പരിപാലനം ഉറപ്പാക്കുക. എന്താണ്? അവർക്ക് എന്തെങ്കിലും എക്യുപ്മെന്റ്സുകൾ ആവശ്യമുണ്ടോ, അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സ്റ്റാഫുകളെ ആവശ്യമുണ്ടോ, അതില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സാധനങ്ങൾ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അതൊക്കെ ലഭ്യമാക്കുക. Administer efficient communication network and manage flow to traffic. എന്താണ്? കാര്യക്ഷമമായ ആശയവിനിമയ ശൃംഖല നിയന്ത്രിക്കുക. പിന്നെന്താണ്? ആൻഡ് മാനേജ് ഫ്ലോ ഓഫ് ട്രാഫിക്. ട്രാഫിക് എന്ന് പറഞ്ഞാൽ എന്താണ്? വാർഡിലെ ട്രാഫിക് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? വാർഡിലെ ട്രാഫിക് അറിയോ? ട്രാഫിക്, റോഡിലെ ട്രാഫിക് ആരാണ്? ട്രാഫിക് ബ്ലോക്ക് കൂടി എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? വാഹനങ്ങൾ കൂടുമ്പോ അല്ലേ ആണോ? വെഹിക്കിൾസ് കൂടുമ്പോ. അപ്പൊ വിസിറ്റേഴ്സ്, ഓക്കെ ഗുഡ് ആൻഡ് യു. എന്താണ്? വിസിറ്റേഴ്സ് കൂടുമ്പോ അല്ലെ, വിസിറ്റേഴ്സിന് തിരക്ക് കൂടുമ്പോ എന്ത് പറ്റും? ഒരുപാട് ആളുകൾ വാർഡിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്താൻ പറ്റില്ല അല്ലെ. അപ്പൊ എന്താണ്? ആ ആളുകളുടെ തിരക്ക് നിയന്ത്രിക്കുക. കൂടാതെ എന്താണ്? വാർഡില് നല്ല രീതിയിലുള്ള ഒരു ആശയവിനിമയം നടത്തുക. പേഷ്യൻസിനല്ലേ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയേണ്ടതുണ്ടെങ്കിലോ, അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് സെക്ഷനിൽ എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിലോ, അപ്പൊ എന്താണ്? നല്ല രീതിയിലുള്ള ഒരു ആശയവിനിമയം നടത്തുകയും പിന്നെ എന്താണ്? പേഷ്യൻസിന്റെ അടുത്ത് വരുന്ന വിസിറ്റേഴ്സിന്റെ തിരക്ക് നിയന്ത്രിക്കുകയും ചെയ്യുക. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? Next, provide assistance to all nurses
and ensure appropriate cleanliness of all units. എന്താണ് നഴ്സുമാർക്ക് സഹായം നൽകുക, അവർക്ക് അസിസ്റ്റ് ചെയ്യുക, അവരുടെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കി ചെയ്തു കൊടുക്കുക. പിന്നെന്താണ് വാർഡിലെ എല്ലാ യൂണിറ്റിലെയും എന്താണ് ക്ലീൻലിനെസ്, ശുചിത്വം ഉറപ്പാക്കുക. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, സാനിറ്റേഷൻ ഏരിയ, പാൻട്രി ഏരിയ, ഡെയർ റൂം ഏരിയ, പേഷ്യന്റ് ഏരിയ, നഴ്സിംഗ് ഏരിയ എന്നൊക്കെ പറഞ്ഞ നമ്മൾ വാർഡിൽ ഒരുപാട് ഏരിയാസ് പഠിച്ചില്ലേ? പഠിച്ചോ? പഠിച്ചു. അപ്പൊ അങ്ങനെയുള്ള എല്ലാ യൂണിറ്റ്സിന്റെയും ശുചിത്വം ഉറപ്പാക്കുകയും നഴ്സുമാർക്ക് ഒരു സഹായം നൽകുകയും ചെയ്യുക. എന്തെങ്കിലും ഫയൽസിന്റെ ലഭ്യത ആവശ്യമെങ്കിൽ അല്ലെ, പേഷ്യൻസിനെ കുറിച്ച് എന്തെങ്കിലും ഫയൽസ് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്, അതല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പോർട്ടുകൾ ആവശ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിലൊക്കെ അതൊക്കെ ലഭ്യമാക്കി കൊടുക്കുക. നെക്സ്റ്റ്, maintain and update patient database on computers and notify nursing staff on all diagnosis. എന്താണ് പേഷ്യൻസിന്റെ വിവരങ്ങൾ അല്ലെ, ഡീറ്റെയിൽസുകള് കമ്പ്യൂട്ടറില് പരിപാലിക്കുകയും എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം അല്ലെ. ചിലപ്പോ എന്താണ്, ചിലപ്പോ ഇന്ന് കഴിഞ്ഞ് പിറ്റേ ദിവസം ഡോക്ടർ വിസിറ്റിന് വരുമ്പോ എന്താണ്, ചിലപ്പോ പുതിയ ടെസ്റ്റുകൾ എഴുതി കൊടുക്കുക, അതല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന മരുന്നുകളിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൽ അപ്പൊ അതൊക്കെ എന്താണ് അപ്ഡേറ്റ് ചെയ്യണം അല്ലെ കമ്പ്യൂട്ടറില്. അപ്പൊ പേഷ്യൻസിന്റെ വിവരങ്ങൾ കമ്പ്യൂട്ടറിൽ പരിപാലിക്കുകയും അപ്ഡേറ്റ് ചെയ്യുകയും പിന്നെ എന്താണ് പേഷ്യൻസിന്റെ എല്ലാ രോഗത്തെ കുറിച്ചും എന്താണ് നഴ്സുമാരെ അറിയിക്കുകയും ചെയ്യുക. ഓക്കെയാണോ? പേഷ്യൻസിന്റെ എല്ലാ വിവരങ്ങളും കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തുകയും അപ്ഡേറ്റ് ചെയ്യുകയും എന്തെങ്കിലും വ്യത്യാസങ്ങൾ ചേഞ്ചസ് വരുത്തുകയും പേഷ്യൻസിനെ കുറിച്ചുള്ള എല്ലാ രോഗവിവരങ്ങളും നഴ്സിനെ അറിയിക്കുകയും ചെയ്യുക. ഓക്കെ അല്ലേ? ഓക്കെ. Coordinate with various departments and ensure proper service and supplies of unit. എന്താണ് വാർഡിലെ ശരിയായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിവിധ വകുപ്പുകളുമായി ഇപ്പൊ എന്താണ്, ഇപ്പൊ വാർഡില് എക്സ്റേ ഡിപ്പാർട്ട്മെന്റിന്റെ സർവീസ് ആവശ്യമായിട്ട് വരില്ലേ, ലബോറട്ടറിയുടെ സർവീസ് ആവശ്യമായിട്ട് വരും അല്ലെ, ഇമേജിംഗ് സെക്ഷന്റെ സർവീസ് ആവശ്യമായിട്ട് വരും അല്ലെ. ഇപ്പൊ എന്താണ്, അങ്ങനെ വിവിധ വകുപ്പുകളുമായി ഏകോപിപ്പിക്കുകയും യൂണിറ്റിന്റെ ഡിപ്പാർട്ട്മെന്റ് സെക്ഷന്റെ ശരിയായ സേവനങ്ങളും വിതരണങ്ങളും ഉറപ്പാക്കുകയും ചെയ്യുക. വേണ്ടേ? വാർഡിലെ എഫിഷ്യന്റായ എഫക്റ്റീവായ ഒരു വർക്ക് നടത്തണമെങ്കിൽ പല ഡിപ്പാർട്ട്മെന്റുകളുടെ സേവനം ആവശ്യമായിട്ട് വരും അല്ലെ, പല ഡിപ്പാർട്ട്മെന്റുകളുടെ ഡോക്ടേഴ്സിന്റെ സേവനം ആവശ്യമായിട്ട് വരില്ലേ, വരുമോ? എന്താണ് ഇപ്പൊ ന്യൂറോ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അസുഖമായിട്ട് നെർവിന് എന്തെങ്കിലും കംപ്ലൈന്റ് ആയിട്ട് വന്ന് കിടക്കുന്ന പേഷ്യൻസ് ആണ്. പേഷ്യൻസിന് പെട്ടെന്ന് നെഞ്ചിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ എന്ത് പറ്റും? കാർഡിയാക് ഡോക്ടർ സേവനം ലഭ്യമാക്കില്ലേ? ലഭ്യമാക്കും. പിന്നെ എന്താണ്, ചിലപ്പോ എന്താണ് അവർക്ക് എക്സ്റേ ECG എടുക്കേണ്ടി വരില്ലേ? ECG എടുക്കേണ്ടി വരുമോ? നെഞ്ചില് ബുദ്ധിമുട്ട് വന്നാൽ ECG എടുക്കേണ്ടി വരും. അപ്പൊ ECG സർവീസ് ലഭ്യമാക്കണ്ടേ? അങ്ങനെ വിവിധ വകുപ്പുകളുമായി ഏകോപിപ്പിക്കുകയും പിന്നെ എന്താണ് അതിന്റെ ശരിയായ സേവനങ്ങളും വിതരണവും ഉറപ്പാക്കുകയും ചെയ്യുക. ഓക്കെ ആണോ? എന്താണ് ക്ലിയർ ആയില്ലായിരിക്കും? ഓക്കെ. എന്താണ് വാർഡിലെ ശരിയായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിവിധ വകുപ്പുകളുമായി ഏകോപിപ്പിക്കുകയും അവയുടെ ശരിയായ സേവനവും
വിതരണം. ഇപ്പൊ വകുപ്പുകൾ ഏതെങ്കിലും ഇപ്പൊ കാർഡിയാക് ഡോക്ടറുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം മതിയാ. ആ ഡോക്ടർ വന്ന് ചെക്കപ്പ് ചെയ്തോ, ഡോക്ടർ പേഷ്യൻസിനെ പരിശോധിച്ചോ എന്നൊക്കെ ഉറപ്പാക്കണ്ടേ? ഉറപ്പാക്കണോ? ഉറപ്പാക്കണം. അപ്പൊ എന്താണ്? വിവിധ വകുപ്പുകളുമായി ഏകോപിപ്പിക്കുകയും അവയുടെ ശരിയായ സേവനങ്ങളും വിതരണവും ഉറപ്പാക്കുകയും ചെയ്യുക. ഓക്കെ അല്ലേ? Prepare and update patients chart with of ancillary reports and forms from various departments. വിവിധ വകുപ്പുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകളും ഫോമുകളും ഉപയോഗിച്ചുകൊണ്ട് പേഷ്യൻസിന്റെ ചാർട്ടുകൾ തയ്യാറാക്കുകയും അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുക. ഇതാണ് പേഷ്യൻസിന്റെ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ എന്തായിരിക്കും? എന്തായിരിക്കും വിവിധ വകുപ്പുകളിൽ? എക്സാമ്പിൾ പറഞ്ഞു വന്ന് റിപ്പോർട്ടുകൾ, പേഷ്യൻസിന്റെ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ എന്തൊക്കെയായിരിക്കാം? എന്തൊക്കെയായിരിക്കാം? ലാബ് ടെസ്റ്റുകൾ പെടും അല്ലെ? പിന്നെന്താണ്? ECG പെടും, സ്കാനിങ് പെടും, എക്സ്റേ പെടും അല്ലെ? അങ്ങനെ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകളും ഫോമുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പേഷ്യൻസിന്റെ ചാർട്ടുകൾ തയ്യാറാക്കുകയും അപ്ഡേറ്റ് ചെയ്യുകയും, എന്താണ് പുതിയ എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അതും പിന്നെ വീണ്ടും അത് ഉൾപ്പെടുത്തണല്ലേ? അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ആൻസിലറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതർ സഹായ. പാൻട്രി അല്ല കേട്ടാ, അനുബന്ധ സർവീസുകളാണ് ഉദ്ദേശിക്കുന്നത്. വാർഡിലെ പ്രവർത്തനങ്ങൾക്ക് അനുബന്ധ സർവീസുകൾ. പാൻട്രി അല്ല, പാൻട്രി യൂണിറ്റുകളിൽ ഉൾപ്പെടുന്നതാണ്. ഇപ്പൊ വാർഡില് പേഷ്യൻസിന്റെ റിപ്പോർട്ടുകളിൽ അനുബന്ധ റിപ്പോർട്ടുകൾ ഏതാണ്? ലാബ് ടെസ്റ്റുകള്, ECGകള്, എക്കോ ടെസ്റ്റുകളൊക്കെയാണ് അല്ലെ? ഓക്കെ ആയില്ലേ? ഡൗട്ട് മാറിയോ? ഓക്കെ. നെക്സ്റ്റ്, മെയിൻറ്റെയിൻ ഡിസ്ചാർജ് സമ്മറി റിപ്പോർട്ട്സ് for all patients and keep records of all patients. എന്താണ്? ഡിസ്ചാർജ് സമ്മറി വരൂലേ? നമ്മുടെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് പേഷ്യൻസിന് എന്ത് തരും? ഡിസ്ചാർജ് സമ്മറി തരൂലേ? അങ്ങനെയുള്ള ഡിസ്ചാർജ് സമ്മറി എന്ത് ചെയ്യുക? മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് കീപ് റെക്കോർഡ്സ് ഓഫ് ഓൾ പേഷ്യൻസ്. എന്താണ്? ആ ഡിസ്ചാർജ് സമ്മറി പേഷ്യൻസിന്റെ റെക്കോർഡുകളിൽ സൂക്ഷിക്കുക. And send medical records to MRD after the discharge of the patients. എന്താണ്? പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം അവരുടെ മെഡിക്കൽ റെക്കോർഡ് എങ്ങോട്ട് അയക്കുക? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക്. എന്തിനു വേണ്ടിയിട്ട്? ഓരോരുത്തരെ മെഡിക്കൽ റെക്കോർഡുകൾ സൂക്ഷിക്കുന്നതില് ഹോസ്പിറ്റലിൽ സൂക്ഷിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? പേഷ്യൻസിന്റെ ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാ പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡുകൾ സൂക്ഷിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ അല്ലേ? ഇപ്പൊ പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം പിന്നെ വാർഡിൽ ആ പേഷ്യന്റെ മെഡിക്കൽ റെക്കോർഡ് ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യാ? ആ പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ് ഡിസ്ചാർജ് സമ്മറി ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കുക. ഓക്കെ ആയില്ലേ? മെയിൻറ്റെയിൻ ഡിസ്ചാർജ് സമ്മറി റിപ്പോർട്ട്സ് ഫോർ ഓൾ പേഷ്യൻസ്. പേഷ്യൻസിന്റെ മെഡിക്കൽ സമ്മറിയിലെ ഡിസ്ചാർജ് സമ്മറി മെയിൻറ്റെയിൻ ചെയ്യുക. എന്നിട്ട് അത് ആൻഡ് കീപ് റെക്കോർഡ്സ് ഓഫ് ഓൾ പേഷ്യൻസ്. എന്ത് ചെയ്യുക? പേഷ്യൻസിന്റെ റെക്കോർഡില് മെഡിക്കൽ റെക്കോർഡുകളില് സൂക്ഷിക്കുക. പിന്നെ എന്താണ്? പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കുക.
Next, administer medical records for all physician and medical staff and maintain records of attendance. എന്താണ് administer medical records and medical records for all physician and medical staff. എന്താണ് മെഡിക്കൽ സ്റ്റാഫ്, എല്ലാ മെഡിക്കൽ സ്റ്റാഫുകൾക്കും ഫിസിഷ്യനും ഈ മെഡിക്കൽ റെക്കോർഡുകൾ, പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡുകൾ ലഭ്യമാക്കുക. ആൻഡ് മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് അറ്റൻഡൻസ്. എന്താണ് അറ്റൻഡൻസ്? ആരുടെ അറ്റൻഡൻസ് ആയിരിക്കും? വാർഡിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ അല്ലെ അറ്റൻഡൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. അവരെന്താണ് ഡ്യൂട്ടിയിൽ കയറുന്ന സമയത്ത് അല്ലെ പഞ്ചിങ് ടൈം ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. ക്ലിയർ ആയോ? പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡുകൾ ആർക്കാണ്? എല്ലാ ഫിസിഷ്യന്മാർക്കും ഡോക്ടേഴ്സിനും മെഡിക്കൽ സ്റ്റാഫുകൾക്കും ലഭ്യമാക്കുക. കൂടാതെ എന്താണ് വാർഡിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ ഹാജർ രേഖകൾ അല്ലെ അറ്റൻഡൻസ് സൂക്ഷിക്കുകയും ചെയ്യുക. ഓക്കെ അല്ലേ? മോണിറ്റർ all emergency calls and evacuate facilities when required. എന്താണ് എല്ലാ എമർജൻസി കോളുകളും മോണിറ്റർ ചെയ്യുക. എമർജൻസി കോൾസ് വരില്ലേ വാർഡിലേക്ക്, എന്താണ് എമർജൻസി കോൾസ് വരിക. അപ്പൊ എമർജൻസി കോൾസുകൾ എടുത്തിട്ട് നമുക്ക് എന്താണ് നമുക്ക് റീസൺ കേൾക്കുമ്പോ മനസ്സിലാകൂല എന്താണ് എമർജൻസി ആണോ അല്ലേ, എന്താണ് എന്തെങ്കിലും നിസ്സാര കാര്യത്തിന് വിളിക്കുന്നതാണോ എന്നൊക്കെ മനസ്സിലാവൂലേ. അപ്പൊ എന്താണ് എമർജൻസി അല്ലാത്ത കോളുകൾ എന്ത് ചെയ്യുക? ഒഴിവാക്കുക, ഇവാക്യുവേറ്റ് ചെയ്യുക. ഓക്കെ ആയോ? ഇപ്പൊ നമ്മുടെ ഫോണിലേക്കാണെങ്കിലും നമുക്ക് ഒരുപാട് കോളുകൾ വരും. എല്ലാ കോളുകളും നമ്മൾ എടുക്കുമോ? ഇപ്പൊ എന്താണ് കസ്റ്റമർ കെയർസിന്ന് അതല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സിന് ചേരാനായിട്ടും അപ്പൊ ഒരുപാട് കോളുകൾ വരും അല്ലേ? വരുമോ? അപ്പൊ എന്ത് ചെയ്യും? അതൊന്നിലും ബ്ലോക്ക് ചെയ്യും. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കേൾക്കുമ്പോ തന്നെ കട്ട് ചെയ്ത് കളയില്ലേ, ഒഴിവാക്കി കളയില്ലേ. ഇപ്പൊ എന്താണ് എല്ലാ എമർജൻസി കോളുകളും അറ്റൻഡ് ചെയ്യുകയും ആവശ്യമില്ലാത്തവ ഒഴിവാക്കുകയും ചെയ്യുക. പ്ലേസിംഗ് ഡോക്ടേഴ്സ് വിസിറ്റ് ECG എക്കോ എക്സെട്ര ഇൻ ദി മെഡിക്കൽ റെക്കോർഡ്. എന്താണ് പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡുകൾ എന്താണ് ഡോക്ടേഴ്സിന്റെ വിസിറ്റിന് വരുമ്പോൾ എഴുതുന്ന വിവരങ്ങള് ECG എടുത്തിട്ടുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ എക്കോ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം? ഉൾക്കൊള്ളിക്കുക, പ്ലേസ് ചെയ്യുക, സൂക്ഷിക്കുക. ഓക്കെ ആയോ? എന്താണ് പേഷ്യൻസിന്റെ നിർബന്ധിതമായ റെക്കോർഡ് എന്താണ് മെഡിക്കൽ ചാർട്ടുകള്, റിപ്പോർട്ടുകള് അല്ലെങ്കിൽ കറസ്പോണ്ടന്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ സൂക്ഷിക്കുക. പിന്നെ എന്താണ് പേഷ്യൻസിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കുക, അവർക്ക് നല്ല രീതിയിലുള്ള സ്റ്റാൻഡേർഡ് ആയ രീതിയിലുള്ള ക്വാളിറ്റിയുള്ള സർവീസുകൾ സേവനങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. പിന്നെ എന്താണ് കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ വിലയിരുത്തുക. നെക്സ്റ്റ് എന്താണ് ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് സപ്പോർട്ട് ചെയ്യുക, അവരെ സഹായിക്കുക. പിന്നെ എന്താണ് പേഷ്യൻസ് കെയർ യൂണിറ്റ്സിന് എന്തെങ്കിലും മെയിൻ്റെനൻസ് വേണമെങ്കിൽ അതൊക്കെ ലഭ്യമാക്കി കൊടുക്കുക. പരിപാലനങ്ങളിൽ എന്തെങ്കിലും എക്യുപ്മെന്റ്സിന്റെ ആവശ്യമോ എന്തെങ്കിലും സാധനങ്ങളുടെ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ലഭ്യമാക്കി കൊടുക്കുക. പിന്നെ എന്താണ് പേഷ്യൻസിന്റെ അടുത്ത് വരുന്ന വിസിറ്റേഴ്സിന്റെ തിരക്ക് നിയന്ത്രിക്കുകയും അവരുമായിട്ട് പേഷ്യൻസുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എഫിഷ്യന്റ് രീതിയിലുള്ള ആശയവിനിമയം നടത്തുകയും ചെയ്യുക. പിന്നെ എന്താണ് നഴ്സുമാർക്ക് അവരെ ഹെൽപ്പ് ചെയ്യുക, അവർക്ക് അസിസ്റ്റൻസ് സഹായിക്കുക. കൂടാതെ നമ്മുടെ വാർഡിലെ എല്ലാ യൂണിറ്റ്സിനെയും ശുചിത്വം, ഇപ്പൊ ടോയ്ലറ്റ് ഉണ്ട് അല്ലെ, എന്താണ് നഴ്സിംഗ് ഏരിയ ഉണ്ട്, സ്റ്റാഫ് പേഷ്യൻസ് ഏരിയ ഉണ്ട് അല്ലെ, അങ്ങനെയുള്ള എല്ലാ യൂണിറ്റ്സിന്റെയും ശുചിത്വം ഉറപ്പാക്കുക. പിന്നെന്താണ് പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ഡാറ്റാബേസിലേക്ക് കമ്പ്യൂട്ടറിലേക്ക് രേഖപ്പെടുത്തുകയും അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുക. പിന്നെ എന്താണ് നഴ്സുമാർക്ക് പേഷ്യൻസിന്റെ എല്ലാ രോഗങ്ങളും പറഞ്ഞു കൊടുക്കുക. പിന്നെ എന്താണ് വാർഡിലെ നല്ല രീതിയിലുള്ള എഫക്റ്റീവായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും
സേവനം ലഭ്യമാക്കുക, ഏകോപിപ്പിക്കുക, വിവിധ വകുപ്പുകളുമായിട്ട് വിവിധ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ഏകോപിപ്പിക്കുകയും അവരുടെ ആ ഡിപ്പാർട്ട്മെന്റുകളുടെ ശരിയായ സേവനവും വിതരണവും ഉറപ്പാക്കുകയും ചെയ്യുക. എന്താണ് ഇപ്പൊ വാർഡിൽ നിന്ന് കിടത്തിയിരിക്കുന്ന ഒരു പേഷ്യൻസിന് കാർഡിയാക് ഡോക്ടറുടെ സേവനം ആവശ്യമാണെങ്കിൽ അതെല്ലാം ലഭ്യമാക്കി കൊടുക്കുക. പിന്നെന്താണ് പേഷ്യൻസിന്റെ ചാർട്ടുകൾ, എന്താണ് ആൻസിലറി അനുബന്ധ റിപ്പോർട്ടുകൾ, എന്താണ് ബ്ലഡ് ടെസ്റ്റുകളാ, ECG അങ്ങനെയുള്ള റിപ്പോർട്ടുകളൊക്കെ വെച്ച് കാണിട്ട് തയ്യാറാക്കുകയും അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുക. പിന്നെ എന്താണ് ഡിസ്ചാർജ് സമ്മറി തയ്യാറാക്കുകയും അത് പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡുകളിൽ സൂക്ഷിക്കുകയും, ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡുകളിൽ സൂക്ഷിക്കുകയും ഡിസ്ചാർജ് ആയതിനു ശേഷം പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡുകൾ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കുകയും ചെയ്യുക. പിന്നെ എന്താണ് പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡുകൾ എല്ലാ ഫിസിഷ്യനും മെഡിക്കൽ സ്റ്റാഫിനും ലഭ്യമാക്കുകയും വാർഡിലെ സ്റ്റാഫുകളുടെ അറ്റൻഡൻസ് കീപ്പ് ചെയ്യുകയും സൂക്ഷിക്കുകയും ഹാജർ നില സൂക്ഷിക്കുകയും ചെയ്യുക. പിന്നെന്താണ് എല്ലാ എമർജൻസി കോളുകളും വിലയിരുത്തുകയും പിന്നെ എന്താണ് ആവശ്യമില്ലാത്ത എമർജൻസി കോൾസുകൾ ഒഴിവാക്കുകയും ചെയ്യുക. പിന്നെന്താണ് പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡുകളിൽ ഡോക്ടേഴ്സിന്റെ വിസിറ്റിന്റെ ഡീറ്റെയിൽസുകള്, ECGയുടെ റിപ്പോർട്ടുകള്, എക്കോകളൊക്കെ എന്ത് ചെയ്യുക, പ്ലേസ് ചെയ്യുക, സൂക്ഷിക്കുക. ക്ലിയർ ആയോ എല്ലാവർക്കും? മിസ് എടുത്തത് ക്ലിയർ ആയോ? നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇനി നമുക്ക് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്സും പിന്നെ എന്താണ് പേഷ്യന്റ് റിലേഷൻ ഓഫീസറും അത്രയും എടുക്കാനുള്ളത് വാർഡില്. അപ്പൊ അതിന് മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു. Thank you, ma'am.